നാരായണ. ഹരി ഓം. നമസ്തേ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ഭഗവത്ഗീത
സ്വാധ്യായ പരമ്പര തുടരുകയാണ്. ഇടയ്ക്കൊരു 2 ദിവസം ബ്രേക്കായി. 2-ാം അധ്യായം സാഖ്യയോഗം, 16-ാമത്തെ ശ്ലോകം അതിഗംഭീരമായ ഗഹനമായ വിഷയമാണ്, വേദാന്ത സാരമാണ്. ആ ശ്ലോകമാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരുന്നത്. എത്ര തന്നെ വിചാരം ചെയ്താലും അതിൽ നമുക്ക് നിശ്ചയമുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. വളരെ പ്രയാസമാണത്. അസത്തിനെ അസത്തായി നിശ്ചയിക്കാനും സത്തിനെ സത്തായി നിശ്ചയിക്കാനും, എന്നിട്ട് ആ സത്ത് മാത്രമാണ് ആശ്രയിക്കാൻ യോഗ്യമായിരിക്കുന്നത്, അസത്ത് ആശ്രയയോഗ്യമല്ല എന്നുള്ള ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വരണം. അപ്പോഴേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അസത്തിനെ പിടിച്ചവർക്ക് എപ്പോഴും ഭയവും ഉത്കണ്ഠയും ദുഃഖപരമ്പരകളും ഗ്യാരണ്ടീഡ്. സത്തിനെ പിടിച്ചാൽ മാത്രമേ ശാശ്വതമായ അഭയവും ശാന്തിയും ആനന്ദവും അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ സത്തിനെക്കുറിച്ച് നല്ല ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതിന് നിരന്തരമായിട്ടുള്ള വിചാരം ആവശ്യമാണ്. സദസത് വിവേകം, സത്തും അസത്തും അതിൻ്റെ സ്വരൂപങ്ങളെക്കുറിച്ച് നിരന്തരം വിചാരം ചെയ്ത് അസത്ത് അസത്തെന്നും സത്ത് സത്തെന്നുള്ളതായിട്ടുള്ള ദൃഢമായിട്ടുള്ള ഉറച്ച ബുദ്ധി നമുക്കുണ്ടാവണം. അതാണ് സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത്. അപ്പോഴേ നമ്മുടെ ബുദ്ധി ഉറച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത ഈ അസത്തായിരിക്കുന്ന ലോകവിഷയങ്ങളിൽ ഭ്രമിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിയെ ഉറപ്പുള്ള ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ബുദ്ധി ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പദാർത്ഥങ്ങളിലാണ്, അതിൻ്റെ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഭ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ ഉറയ്ക്കും? അപ്പോൾ ഉറയ്ക്കണമെങ്കിൽ ഉറപ്പുള്ളതിനെ പിടികിട്ടണം. ആ ഉറപ്പുള്ളതിനെയാണ് ഇവിടെ ഗീതാചാര്യനായ ഭഗവാൻ ആദ്യം തന്നെ വിചാരം ചെയ്ത് നമുക്ക് ഉറപ്പിച്ചു തരാൻ ശ്രമിക്കുന്നത്. ആ ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ അർജുനൻ്റെ ദുഃഖങ്ങൾ നീങ്ങുകയുള്ളൂ, നമ്മുടെയും ദുഃഖങ്ങൾ നീങ്ങുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഒരു ശ്ലോകം നമ്മൾ എത്ര വിചാരം ചെയ്താലും മതിയാവില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്കൊരിക്കലും മടുപ്പ് വരാൻ പാടുള്ളതല്ല. ഒരിക്കലും എത്ര ചിന്ത ചെയ്താലും എത്ര പറഞ്ഞാലും നമുക്ക് മടുപ്പ് വരാൻ പാടുള്ളതല്ല. ഈ ലോകത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് മടുപ്പ് വരേണ്ടത്. ഈ ലോക വിഷയങ്ങളിലാണ് നമുക്ക് മടുപ്പ് വരേണ്ടത്, മതി വരേണ്ടത്. നിർവിണ്ണാ നിതരാം ഭൂമൻ അസതിന്ദ്രിയ തർഷണാത് എന്ന് ദേവഹൂതി ദേവി കപില ഭഗവാനോട് പറഞ്ഞത് ഈ അസത്തായ ഈ ലോകത്തെക്കുറിച്ച്, ഇതിൻ്റെ പുറകെ പോയി എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. അതുപോലെ പറയാറാവണം നമ്മൾ ഓരോരുത്തരും. നിർവിണ്ണരാവണം, നിർവേദം പ്രാപിക്കണം. നിർവേദമായാത് നാസ്ത്യകൃതകൃതേന. ആ നിർവേദത്തെ പ്രാപിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ. നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അനുഭവങ്ങളെ, ഈ ലോകങ്ങളെ, നമ്മൾ നേടുന്ന നേട്ടങ്ങളെ ഓരോന്നിനെയും വേണ്ട പോലെ വിചാരം ചെയ്യണം,
പരീക്ഷണ നിരീക്ഷണങ്ങൾ, വിമർശനങ്ങൾ ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് നിർവേദം ഉണ്ടാവുകയുള്ളൂ, മതിയായി എന്നറിയുള്ളൂ. അതല്ലെങ്കിൽ വീണ്ടും കൊതി കൂടിക്കൂടി വരികയേ ഉള്ളൂ, മതിയാവുകയില്ല. കൊതി കൂടാതിരിക്കാൻ, എല്ലാറ്റിലും മതി വരാൻ അത് നിരന്തരം പരീക്ഷിക്കണം, നമ്മൾ വിചാരം ചെയ്യണം. അവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ആരാണോ ഇങ്ങനെ വിചാരശീലന്മാരായിരിക്കുന്നത്, ഈ അനിത്യമായ ലോകത്തെക്കുറിച്ച് നിരന്തരം വിചാരം ചെയ്യുന്നവരാരോ അവരാണ് ബ്രാഹ്മണർ. അനിത്യമായ ലോകത്തെ സത്യമെന്ന് കരുതി അതിൽ ഭ്രമിച്ചിരിക്കുന്നവരെയാണ് ശൂദ്രന്മാരെന്നും അവരോട് ചേർന്നിരിക്കുന്നവരുമായി പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്രാഹ്മണരാവാം, വിചാരശീലന്മാരാവാം. അതാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. ആ സത്യചിന്തനമാണ് ബ്രാഹ്മണ്യം, സത്യാന്വേഷണമാണ് ബ്രാഹ്മണ്യം. ആ ബ്രഹ്മത്തെക്കുറിച്ചിട്ടുള്ള വിചാരം, അതാണ് ബ്രാഹ്മണ ലക്ഷണം. ബ്രഹ്മം എന്നാൽ സത്യം, പ്രപഞ്ചത്തിൻ്റെ സത്തായ വസ്തു, പരമകാരണം. അതിനെക്കുറിച്ച് നിരന്തരം ആര് വിചാരം ചെയ്യുന്നുവോ അവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്രാഹ്മണരാവാം. അതിനാരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, ഒരു ജാതി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യവുമില്ല. ഈ ശാസ്ത്രം പറഞ്ഞിരിക്കുന്ന ബ്രാഹ്മണ്യം നമുക്ക് പ്രാപിക്കാം. ഒരു സമൂഹത്തിൻ്റെയും ഒരു അംഗീകാരവും വേണ്ടതില്ല. ശാസ്ത്രങ്ങളാണ് നമ്മളെ ആരാണ് ബ്രാഹ്മണൻ എന്ന് അംഗീകരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ സത്യവിചാരമാണ്. പരമസത്യത്തെക്കുറിച്ച് അന്വേഷണം ചെയ്യുന്നവൻ, അവനാണ് ബ്രാഹ്മണൻ. അതാണ് പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃതഃ കൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്നൊക്കെ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് വേറെ നമ്മളിന്ന് കരുതുന്ന ഏതെങ്കിലും സർട്ടിഫിക്കറ്റുള്ള ജാതി സമുദായങ്ങളല്ല. അപ്പോൾ നമുക്ക് ഭഗവത്ഗീത 2-ാം അധ്യായം 16-ാം ശ്ലോകം വരെ ഒന്ന് വായിച്ചിട്ട് ആ 16-ാം ശ്ലോകത്തിലേക്ക് വീണ്ടും വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ദ്വിതീയോऽധ്യായഃ സാംഖ്യയോഗഃ. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. ശ്രീഭഗവാനുവാച കുതസ്ത്വാ കസ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം. അപ്പോൾ അസത്ത് എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്തത്. സത്യം എന്ന് പറഞ്ഞാൽ 3 കാലത്തും ഉള്ളത്. ഭൂതം, വർത്തമാനം, ഭാവി. ഈ 3 കാലത്തും യാതൊരു ബാധയുമില്ലാത്തത്, നാശമില്ലാത്തത്. അതിനെയാണ് സത്ത് അഥവാ സത്യം എന്ന് പറയുന്നത്. മുമ്പില്ലാതെ പിന്നീട് ഇല്ലാതാവുകയും ചെയ്യുകയും എന്നാൽ മധ്യത്തിൽ വർത്തമാനത്തിൽ ഉണ്ടെന്ന് തോന്നുകയും ചെയ്യുന്നതിനെയാണ് അസത്ത് എന്ന് പറയുന്നത്. മുമ്പില്ലായിരുന്നു, ഭൂതകാലം ഇതിൻ്റെ അഭാവമുണ്ടായിരുന്നു, ഭാവിയിലും ഇതിന് അഭാവമുണ്ട്.
അപ്പോൾ മധ്യത്തിൽ മാത്രമാണ് ഇതിന് ഭാവം ഉള്ളത്. ഈ ഭാവത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ, പ്രമാണ വിചാരം ചെയ്യുമ്പോൾ, ശരിയായ രീതിയിൽ സത്യാന്വേഷണം ചെയ്യുമ്പോൾ ഈ ഭാവം നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്, യഥാർത്ഥത്തിൽ ഉള്ളതല്ല, വാസ്തവമല്ല, നമ്മൾ കണ്ടതല്ല സത്യം, അതിനപ്പുറത്താണ് അതിൻ്റെ ഭാവം. ഇപ്പോൾ കണ്ടത് തെറ്റിദ്ധാരണ മാത്രമാണ്, നമ്മുടെ കണ്ണുകൾ നമ്മളെ വഞ്ചിക്കുകയാണ് എന്ന് യഥാർത്ഥത്തിൽ പ്രമാണപൂർവം വിചാരം ചെയ്യുമ്പോൾ, ശരിയായ രീതിയിൽ പരിശോധന നടത്തുമ്പോൾ, ഇതിൻ്റെ സത്യത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇത് ഇല്ലാത്തതാണെന്ന് ബോധ്യം വരും. അപ്പോൾ തൽക്കാലം ഉണ്ടെന്ന് തോന്നൽ മാത്രമാണ്, മുമ്പുണ്ടായിരുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല, ശേഷിക്കുകയില്ല. എറ്റേണൽ അല്ല ഇത്. ഈ കാണുന്ന ഈ നിമിഷമേ ഇതുള്ളൂ, അടുത്ത നിമിഷം ഗ്യാരണ്ടിയില്ല. ഈ ലോകത്തിലുള്ള ഏത് വസ്തുവിനും അടുത്ത നിമിഷം ഗ്യാരണ്ടിയൊന്നുമില്ല. എല്ലാം കാലസ്വരൂപനായ ആ ഈശ്വരൻ്റെ കൃപയ്ക്ക് വിധേയമാണ്. കാലസ്വരൂപനായ ഈശ്വരൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് പലതിനും കുറച്ച് ആയുസ് നീട്ടിക്കിട്ടുന്നത്. കുറച്ചു കാലം കൂടി ഇവിടെ ഇങ്ങനെ വിലസാൻ അവൻ അനുവദിക്കുന്നതാണ്. അവൻ്റെ അനുവാദം കൊണ്ട് മാത്രമാണ് കുറച്ചു കാലം ഇവിടെ ഇങ്ങനെ വിലസുന്നത്. അവൻ എപ്പോൾ വേണമെങ്കിൽ ആ അനുവാദം പിൻവലിക്കാം. ഏത് പ്രതിഭാസമായിക്കോട്ടെ, ഈ ലോകത്തിലെ ഏത് വസ്തുവായിക്കോട്ടെ, ഏത് നിമിഷവും തകർന്ന് തരിപ്പണമാകാം, കാണാതെയാവാം. ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് വലിയ മാറ്റം വരാം. ചെറിയ മാറ്റങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് മാറിയിട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. സൂക്ഷ്മമായിട്ടുള്ള മാറ്റങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ സ്ഥാവരങ്ങൾ എന്ന് പറയുന്ന ഏത് വസ്തുവും സ്ഥാവരമൊന്നുമല്ല. സാപേക്ഷികമായ സ്ഥാവരത്വം മാത്രമേ അവയ്ക്കെല്ലാം ഉള്ളൂ. സൂക്ഷിച്ചു നോക്കിയാൽ എത്ര സ്ഥാവരമാണെന്ന് കരുതുന്നതിനും പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഭഗവാൻ തന്നെ ഈ ഗീതയിൽ തന്നെ 10-ാം അധ്യായത്തിൽ വിഭൂതി യോഗത്തിൽ സ്ഥാവരാണാം ഹിമാലയ എന്ന് പറയും. സ്ഥാവരങ്ങളിൽ വെച്ച് ഞാൻ ഹിമാലയമാണ് എന്ന് പറയും. ആ ഹിമാലയം പോലും സ്ഥാവരമല്ല. ഒരു സാപേക്ഷിക സ്ഥാവരത്വം മാത്രമേ ഉള്ളൂ അതിന്. നമ്മുടെ വ്യാവഹാരിക ഭാഷയിൽ മറ്റ് പല വസ്തുക്കളെ അപേക്ഷിച്ച് അതിലൊരു സ്ഥാവരത്വമുണ്ട് എന്നേ ഉള്ളൂ. ആ ഹിമാലയം നിരന്തരം പരിണാമ വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിലും, ഓരോ മൈക്രോ സെക്കൻഡിലും അത് പരിണാമ വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊരു 10 കൊല്ലം കഴിഞ്ഞ് പോയി നോക്കൂ. ഇന്ന് കണ്ട ഹിമാലയം ആയിരിക്കില്ല കാണുക. നമ്മൾ 10 കൊല്ലം മുമ്പ് പോയപ്പോഴുള്ള ഹിമാലയമല്ല ഇന്ന് കാണുന്നത്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അത് ഒരു സുപ്രഭാതത്തിലുണ്ടായ മാറ്റമല്ല, ഒരു ഇടിമിന്നൽ പോലൊരു മാറ്റമല്ല. അത് കാലം കൊണ്ടുണ്ടായ മാറ്റമാണ്. ഓരോ സെക്കൻഡിലും മാറിയതാണ്. അപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നിത്യപരിണാമിയാണത്. അപ്പൊ 100 കൊല്ലം മുമ്പുള്ള ഹിമാലയം അല്ല ഇപ്പോൾ ഉള്ളത്. ഇനി 100 കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഹിമാലയം അല്ല. എന്തെല്ലാമോ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകും. ഇനി ഒറ്റയടിക്ക് അതിനെ കടലിൽ കൊണ്ട് തള്ളാനും ഈശ്വരൻ നിശ്ചയിച്ചാൽ മതി. കാലസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ ഒരു നിമിഷം ഒന്ന് സങ്കല്പിച്ചാൽ മതി. ഒരു ഭൂചലനം
ഒന്നിങ്ങനെ ഭൂമി ഒന്ന് കുലുങ്ങിയാൽ വലിയൊരു വിള്ളൽ, അഗാധമായൊരു ഗർത്തം അവിടെ രൂപപ്പെട്ടാൽ ആ ഹിമാലയത്തിലെ കൊടുമുടികളൊക്കെ അതിൻ്റെ അടിയിലേക്ക് പോകും. കടലിലെ വെള്ളം എരച്ചു കയറി ആ ഹിമാലയത്തിലേക്ക് വന്നു ചേരും. ഹിമാലയത്തിന്റെ സ്ഥാനത്ത് ഒരു വലിയ കടൽ രൂപപ്പെടുന്നത് കാണാം നിമിഷ നേരം കൊണ്ട്. ഇന്ന് കാണുന്ന അഗാധമായിട്ടുള്ള കടൽ നാളെ ഇതേ ശക്തി, കാലശക്തി ഒരു കുലുക്കം കുലുക്കിയാൽ ആ കടലിലെ വെള്ളമൊക്കെ ഒഴിഞ്ഞുപോയി അവിടെ വലിയ പർവ്വതങ്ങൾ പൊങ്ങി വരുന്നത് കാണാം. ഭൂമിയിലെ രണ്ട് പാളികൾ തമ്മിൽ കൂട്ടിമുട്ടി അത് മുകളിലേക്ക് പൊങ്ങി വരുന്നത് കാണാം. അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് ഇവിടുത്തെ പല പർവ്വതങ്ങളും. കാലാന്തരത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് ഈ ഹിമാലയ പർവ്വതവും. ആ ഹിമാലയ പർവ്വതത്തിൽ കടലിന്റെ അവശിഷ്ടങ്ങൾ കാണാം. കടലിലെ ചുണ്ണാമ്പ് കല്ലുകളും കക്കകളും ആ ഹിമാലയത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും കുഴിച്ചെടുത്താൽ. അവിടുത്തെ മണ്ണിന്റെ, അവിടുത്തെ പാറകളുടെ അതിൻ്റെ നേച്ചർ അതാണ്. അപ്പൊ മുമ്പ് സമുദ്രമായിരുന്ന സ്ഥാനത്ത് ഭൂചലനമുണ്ടായിട്ട് കടലിൽ നിന്ന് പൊങ്ങി വന്ന ഭൂഭാഗമാണ് ഇന്ന് നിൽക്കുന്ന ഹിമാലയം. എത്രയോ എന്താ പറയുക, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം, നമ്മുടെ കണ്ണിന് മുമ്പിലല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ലോകത്തിലെ പർവ്വതങ്ങളിൽ വെച്ച് ഏറ്റവും മൂപ്പ് കുറഞ്ഞ പാറകളാണ് ഹിമാലയത്തിലേത്. ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതമാണ് ഹിമാലയ പർവ്വതം. വിന്ധ്യപർവ്വതത്തിന്റെ പ്രായമില്ല ഹിമാലയത്തിന്. അതുപോലെ മറ്റ് യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലുമുള്ള പർവ്വതങ്ങളുടെ പ്രായമില്ല ഹിമാലയ പർവ്വതത്തിന്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ പർവ്വതമാണ്. അതിൻ്റെ ഭൂപ്രകൃതി അതാണ്. അതുകൊണ്ടാണ് നിരന്തരം ലാൻഡ് സ്ലൈഡുകൾ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. മണ്ണ് ലൂസാണ്, പാറകൾക്ക് ശക്തി പോരാ. അതുകൊണ്ട് റോഡുകൾ വെട്ടുകയും എന്തെങ്കിലുമൊക്കെ ഖനനങ്ങൾ പല ഭാഗത്തും നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഭാഗം മൊത്തത്തിൽ അങ്ങോട്ട് ഇടിഞ്ഞു വീഴുന്നത് കാണാം. പലപ്പോഴും ഹിമാലയത്തിലെ ഈ ബദരീനാഥ്, കേദാർനാഥ് യാത്രകളിൽ ധാരാളം ലാൻഡ് സ്ലൈഡുകൾ നമുക്ക് കാണാം. ആ മല ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വീഴുന്നത് കാണാം നമ്മുടെ കണ്ണിന് മുമ്പിൽ. അതിന് കാരണം അത് വെറും ലൂസ് സോയിലാണ്. അതുകൊണ്ട് അതിന് പ്രായമില്ല, അത് പുതിയ മണ്ണാണ്. അപ്പൊ സ്ഥാവരാണാം ഹിമാലയ എന്ന് പറഞ്ഞ ആ ഹിമാലയത്തിനും വലിയ സ്ഥാവരത്വമൊന്നും കൽപ്പിക്കേണ്ട. ഇറ്റ് ഈസ് എവർ ചേഞ്ചിങ്, എവർ ചേഞ്ചിങ്. നമ്മുടെ ആയുസ്സിനകത്ത് ചിലപ്പോൾ അതിന് മാറ്റം ഉണ്ടായില്ല, വലിയ മാറ്റം ഉണ്ടായില്ല എന്നേ വരുള്ളൂ. ചെറിയ മാറ്റങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ പ്രപഞ്ചത്തിൽ, ഈ കാണപ്പെടുന്ന ഭൗതിക ലോകത്ത് അസത്ത് എന്ന് പറയുന്നതാണ് ഏത് സൃഷ്ടിയും. എല്ലാം അസത്ത് എന്ന വിഭാഗത്തിൽ പെടുന്നു. മുമ്പുണ്ടായിരുന്നില്ല, നാളെ ഇല്ലാതാവും, ഇന്ന് ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് മാത്രം. ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായി കാണുന്നു എന്ന് മാത്രം. ആ പ്രത്യക്ഷമായി കാണുന്നതിനെയാണ് അസത്ത് എന്ന് പറയേണ്ടി വരുന്നത്. ഒന്നുമില്ലെങ്കിൽ ഒരു പേരും കൊടുക്കണ്ട അതിന്. ശൂന്യതയായിരുന്നുവെങ്കിൽ അസത്ത് എന്ന് പറയണ്ട, ഉള്ളത് കൊണ്ടാണ് അതിനെ അസത്ത് എന്ന് പറഞ്ഞത്. ന സത്ത് ഇത് അസത്ത്, സത്യമല്ല കേട്ടോ എന്നേ പറഞ്ഞുള്ളൂ. ഈ കാണുന്നതൊന്നും സത്യമല്ല കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് ദ റിയൽ തിങ്, ദ എറ്റേണൽ തിങ്. ഇറ്റ് ഈസ് നോട്ട് ദ അബ്സല്യൂട്ട് റിയാലിറ്റി. ഇത് വെറുമൊരു ഭാനം, ഒരു ട്രാൻസാക്ഷണൽ റിയാലിറ്റി മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ട് അതിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണ്ട പ്ലീസ്. അതിനെ അതിൻ്റെ പാട്ടിന് വിടുക. ഇതാണ് നമ്മുടെ പൂർവികർ, ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഈ ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് അത്രയേ വേണ്ടൂ.
എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ ഈ ലോകത്തിലുള്ള വ്യാവഹാരികമായിട്ടുള്ള ഏത് അനുഭവങ്ങളെയും നമുക്ക് ലാഘവത്തോടെ കാണാം. അങ്ങനെ നമ്മൾ ശീലിക്കാം. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ദ്വന്ദ്വങ്ങളെ, ശീതം ഉഷ്ണം, ലാഭം നഷ്ടം, ജയം പരാജയം, പൂജ നിന്ദ, ഇങ്ങനെയുള്ള അനുകൂല പ്രതികൂല അനുഭവങ്ങളെയെല്ലാം ലാഘവത്തോടെ കാണാം, നിസ്സാരമായി കാണാം. ടേക്ക് ഇറ്റ് ഈസി, ടേക്ക് എവറിത്തിങ് ഈസി. അല്ലാതെ വല്ലാതെ വറി ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ പൂർവികർ, ആചാര്യന്മാർ നമ്മളോട് പറയുന്നത്. ഈ ഭ്രമമൊന്നും വേണ്ട. ഇപ്പം നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഭാഷ്യം ഒന്ന് സാമാന്യമായിട്ട് നോക്കാം. ആചാര്യ ഭഗവത്പാദർ ഈ ശ്ലോകത്തെ എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, അതിൽ പ്രധാന ഭാഗം മാത്രം നോക്കാം. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നിർബന്ധമില്ല, നോക്കാം. നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോഃ തത്വദർശിഭിഃ. ഓരോ വാക്കുകൾക്കും ആചാര്യ ഭഗവത്പാദര് എന്താണ് അർത്ഥം പറയുന്നത് നോക്കാം. നാസതഃ, ഇവിടെ നാ വേറെ അസതഃ വേറെ. അപ്പൊ അസത്തിന് എന്നാണ് അസതഃ എന്നുള്ളതിന് അർത്ഥം. അവിദ്യമാനസ്യ ശീതോഷ്ണാദേഹേ സകാരണസ്യ ന വിദ്യതേ നാസ്തി ഭാവോ ഭവനം അസ്ഥിത. നാസതോ വിദ്യതേ ഭാവഃ എന്നുള്ള ആ വാചകത്തിന്റെ അർത്ഥം പറയുകയാണ്. ഇവിടെ അസതഃ എന്ന് പറഞ്ഞാൽ അവിദ്യമാനസ്യ ശീതോഷ്ണാദേഹേ സകാരണസ്യ എന്ന് പറഞ്ഞു. ശീതോഷ്ണാദികൾ അവിദ്യമാനങ്ങളാണ്. അവിദ്യമാനം എന്നാൽ കാണപ്പെടാത്തത്, ഇല്ലാത്തത്. അതിൻ്റെ കാരണങ്ങളും സകാരണസ്യ, അതിൻ്റെ കാരണമായിരിക്കുന്ന അവസ്ഥകൾക്കും ഭാവമില്ല. ന വിദ്യതേ നാസ്തി ഭാവഃ. ഭാവഃ എന്ന് പറഞ്ഞാൽ ഭവനം, ഭവിക്കൽ, അസ്ഥിത, എക്സിസ്റ്റൻസ്. അപ്പൊ ഇല്ലാത്തതായിട്ടുള്ള ശീതോഷ്ണാദികൾക്ക് യഥാർത്ഥത്തിൽ എക്സിസ്റ്റൻസ് ഇല്ല. നമ്മൾ അനുഭവിക്കുന്നതല്ലേ ശീതവും ഉഷ്ണവുമൊക്കെ എന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആചാര്യ ഭഗവത്പാദർ ഉറപ്പിച്ചു പറയണത് നാസ്തി ഭാവം നാസ്തി ഭവനഃ, ഭവനം അസ്ഥിത. എന്തുകൊണ്ട് അതിനെ ന്യായീകരിക്കണു? നഹി ശീതോഷ്ണാദി സകാരണം പ്രമാണൈഹി നിരൂപ്യമാണം വസ്തു സംഭവതി. വികാരോ ഹി സഹ വികാരഃ ച വ്യഭിചരതി യഥാ ഘടാദി സംസ്ഥാനം ചക്ഷുഷാ നിരൂപ്യമാണം മൃദ്വ്യതിരേകേണ അനുപലബ്ധേഃ അസത് തദാ സർവോ വികാരഃ കാരണവ്യതിരേകേണ അനുപലബ്ധേഃ അസത് ജന്മ പ്രധ്വംസാഭ്യാം പ്രാഗൂർധ്വം ച അനുപലബ്ധേഃ. അപ്പൊ എന്തുകൊണ്ട് ഒന്നാമത്തെ വരിയെ അതിന് അസ്തിത്വമില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു എങ്കിൽ അതിന് ഭാഷ്യകാരൻ തന്നെ വ്യാഖ്യാനം പറയുകയാണ്. നഹി ശീതോഷ്ണാദി സകാരണം പ്രമാണൈഹി നിരൂപ്യമാണം വസ്തു സംഭവതി. ശീതം ഉഷ്ണം മുതലായിട്ടുള്ളത് അതിന്റെ കാരണത്തോടുകൂടെ പ്രമാണൈഹി നിരൂപ്യമാണം വസ്തുന സംഭവതി. പ്രമാണങ്ങളെ കൊണ്ട് നിരൂപിക്കാൻ പറ്റുന്ന ഒരു വസ്തു അല്ല, അങ്ങനെ സാധ്യമല്ല. ഇന്നത് ശീതം ഇന്നത് ഉഷ്ണം എന്ന് നിങ്ങൾക്ക്
പ്രമാണങ്ങളെ കൊണ്ട് നിരൂപിക്കാൻ സാധ്യമല്ല എന്ന് പറയണം. പ്രമാണം എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനം ഉണ്ടാക്കാനുള്ള ഉപകരണം, പ്രമാകരണം. പ്രമയെ ഉണ്ടാക്കുന്നത്, പ്രമ എന്നാൽ ശരിയായ ജ്ഞാനമാണ്, നിശ്ചയിച്ച് പറയാൻ കഴിയണം നമുക്ക്. അതിനെയാണ് പ്രമ എന്ന് പറയുന്നത്. പ്രമ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ആയിട്ടുള്ള നോളജ്, ഡെഫിനിറ്റ് ആയിട്ടുള്ള നോളജ്. സോ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റണം ഇത് ശീതം, ഇത് ഉഷ്ണം എന്ന്. എങ്ങനെ പറയാൻ പറ്റും? ഏതിനെ ശീതം ഏതിനെ ഉഷ്ണം എന്ന് എങ്ങനെ പറയും? നിങ്ങൾ കേരളത്തില് 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ, എന്തൊരു തണുപ്പ് എന്ന് പറയും നമ്മൾ. രാവിലെ പുലർച്ചെയൊക്കെ വൃശ്ചിക മാസത്തിലും ധനുമാസത്തിലും മകരമാസത്തിലുമൊക്കെ നല്ല മഞ്ഞ് വീഴുന്നതായിട്ടുള്ള സമയത്ത് 15, 16, 20 വരെയുള്ള ടെമ്പറേച്ചറൊക്കെ നമുക്ക് നല്ല തണുപ്പാണ്. നമ്മൾ പറയണു നല്ല തണുപ്പ് എന്ന്. അപ്പൊ ഈ 15 ഡിഗ്രി ഈ കേരളീയന് തണുപ്പ്. അതേ 15 ഡിഗ്രി അങ്ങ് ആർട്ടിക്കിലോ അന്റാർട്ടിക്കിലോ ധ്രുവങ്ങളിലുള്ളതായിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ 15 ഡിഗ്രിയോ, അയ്യോ എന്തൊരു ചൂട് എന്ന് പറയും. അപ്പൊ 15 ഡിഗ്രി എന്നതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മെഷറാണ്. ഏത് ബാരോമീറ്റർ കൊണ്ടുവന്നാലും ഏത് തെർമോമീറ്റർ കൊണ്ടുവന്നാലും 15 ഡിഗ്രി ആയിട്ട് തന്നെ കാണിക്കും, വർക്ക് ചെയ്യുന്ന തെർമോമീറ്റർ ആണെങ്കിൽ. അത് യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്നാലും ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നാലും ഇവിടെ ഉണ്ടാക്കിയതാണെങ്കിലും അതിൽ കാണിക്കുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 15 ഡിഗ്രി സെൽഷ്യസ്. അത് നമ്മൾ മലയാളികൾ കേരളീയർ പറയുന്നു ഭയങ്കര തണുപ്പ് എന്ന്. അത് തന്നെ ശീതരാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്പിൽ നിന്നോ വടക്കൻ നോർത്ത് പോളിൽ നിന്നോ ഉള്ളതായിട്ടുള്ള സൈബീരിയൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ അത് എന്തൊരു ചൂട് എന്ന് പറയും അവർ. സ്വിറ്റ്സർലാൻഡിലൊക്കെ ഉള്ളവർക്ക് അത് ഭയങ്കര ചൂടാണ്. 15 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വളരെ ലാവിഷായിട്ടുള്ള ചൂടാണ്. അപ്പൊ അവർക്ക് ചൂട്, നമുക്ക് തണുപ്പ് അല്ലേ? ഇവിടെ 15 ഡിഗ്രി ചൂട് എന്ന് പറയുമ്പോൾ, കേരളത്തിലെ 15 ഡിഗ്രി ചൂട് എന്ന് പറയുമ്പോൾ അതേ 15 ഡിഗ്രി നോർത്ത് പോളില് തണുപ്പാണ്. അല്ല സോറി, ഇവിടെ തണുപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ചൂടാണ്. പോളാർ റീജിയനിലൊക്കെ അത് ചൂടാണ്. അവിടെ 15 ഡിഗ്രി, അവിടെ മൈനസ് ഡിഗ്രിയിലാണ് പലപ്പോഴും. ഐസിനേക്കാളും തണുപ്പാണ്. ഐസാകാൻ 4 ഡിഗ്രി മതി, അതിനേക്കാൾ തണുപ്പാണ്. ഐസിന് ചൂടാണ് അവിടെ. ഐസിന്റെ അടിയിൽ ഏറ്റവും തണുപ്പുള്ള വെള്ളം ഉണ്ടാവും അവിടെ. ആർട്ടിക് റീജിയനിലൊക്കെ വെള്ളം ഐസായിട്ട് മുകളിലുണ്ടാവും, ഐസിന്റെ പാറകൾ, ഐസ്ബർഗ്. അതിന്റെ അടിയിലുള്ള വെള്ളം ഐസിനേക്കാൾ ടെമ്പറേച്ചർ കുറഞ്ഞതായിരിക്കും, മൈനസ് ഡിഗ്രി ആയിരിക്കും. മുകളിൽ ഇത്തിരി കാറ്റ് വീശുന്നത് കൊണ്ടോ പല കാരണങ്ങളെ കൊണ്ടോ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യം കൊണ്ടോ ഒക്കെ ആയിട്ട് കുറച്ച് ചൂടുള്ളതിനാണ് ഐസായിട്ട് നിൽക്കുന്നത്. ബാക്കി അതിൻ്റെ താഴെ അതിലും തണുപ്പായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവിടെ പലപ്പോഴും മൈനസ് ഡിഗ്രി ആയിരിക്കാം അന്തരീക്ഷത്തിലെ കാലാവസ്ഥ. അവർക്ക് 15 ഡിഗ്രി നല്ല ചൂടാണ്. ചിലപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റാത്ത ചൂടായിരിക്കാം. ചില ജന്തുക്കളൊക്കെ അതേ 15 ഡിഗ്രി കോൺസ്റ്റന്റ് ആയിട്ട് നിന്നാൽ അവർ ചത്തുപോകും, അവർക്ക് താങ്ങാൻ പറ്റില്ല ഈ ചൂട്. അതേപോലെ ഇവിടെ ചൂടിൽ വളർന്ന ആളുകൾക്ക് ഈ 15 ഡിഗ്രി തണുപ്പ് ചത്തുപോകാൻ കാരണമാകും. കേരളത്തിലുള്ളവർക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവർക്ക്, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ കൺട്രീസിലുള്ളവർക്ക്. അപ്പോൾ ഇത് വെറും സാപേക്ഷികം മാത്രമാണ്. നമ്മൾ ഇതുവരെ ശീലിച്ച ആ ഒരു ശീലമുണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്ന, നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അക്ലമൈറ്റൈസേഷൻ എന്ന് പറയാവുന്ന ഒരു
നമ്മുടെ ശരീരത്തിന് ഒരു യൂസ്ഡ് ആയിരിക്കുന്ന ഒരു ടെമ്പറേച്ചറുണ്ട്. അതുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ ശീതം ഉഷ്ണം എന്നൊക്കെ വ്യവഹരിക്കുന്നത്. നമ്മൾ ഏത് ടെമ്പറേച്ചറുമായി പഴകിയിരിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മൾ ചൂടും തണുപ്പും വ്യാഖ്യാനിക്കുന്നു. വെറും നമ്മുടെ വ്യാഖ്യാനം മാത്രമാണ്. അതിനെ നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇത് തണുപ്പ്, ഇത് ചൂട് എന്ന് ലോകത്തിൽ എല്ലാവർക്കും സമ്മതമായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. ലോകത്തിലുള്ള എല്ലാവരും സമ്മതിച്ചു തരില്ല. നമുക്ക് മാത്രം സ്വകാര്യമായിട്ട് പറയാം എന്തൊരു തണുപ്പ് എന്ന്. മറ്റവർ കേട്ടാൽ ചിരിക്കും. നല്ല ചൂടിനെ കൊണ്ടുപോയിട്ട് തണുപ്പ് എന്ന് പറയണു, പ്രാന്തൻ എന്ന്. അപ്പൊ അതേപോലെ തന്നെ ഒരു ബെഡ്റൂമിൽ കിടക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ ഫാനിന്റെ കീഴില് ഒരാൾ എന്തൊരു ചൂട് എന്ന് പറയണു, ഒരാൾ എന്തൊരു തണുപ്പ് എന്ന് പറയണു. ഒരേ നല്ല സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും ആയിരിക്കും, പക്ഷെ ഇതിന്റെ പേരിലായിരിക്കും അടികൂടുക. പരസ്പരം നല്ല സ്നേഹവും നല്ല സഹകരണമൊക്കെ ഉള്ളവരാണ്. പക്ഷെ ഒരാൾക്ക് ഫാന് വേണ്ടേ വേണ്ട, വേറൊരാൾക്ക് ഫാൻ ഇല്ലാതെ, അതും ഫുൾ സ്പീഡിൽ ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല. ഭാഗ്യം അതിൻ്റെ റെഗുലേറ്ററിന് ഒരു ലിമിറ്റ് ഉണ്ട്. 5 വരെ ഉള്ളൂ ഫാനുകളുടെ റെഗുലേറ്റർ. ഇനി അതിലും കൂട്ടാൻ പറ്റിയാൽ പരമാവധി കൂട്ടി നോക്കും ഭർത്താക്കന്മാര്. ഭാര്യമാര് അതിനെ ഓഫ് ചെയ്യാൻ നോക്കും. ഇയാളൊന്ന് ഉറങ്ങിയിട്ട് വേണം ഓഫ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കും. അല്ലെങ്കിൽ നൈസായിട്ട് 1ലേക്കോ 2ലേക്കോ റെഡ്യൂസ് ചെയ്ത് വെച്ചാൽ അപ്പം അയാൾ ഉണരും. ആരാ ഫാന് ചെറുതാക്കിയത് എന്ന് ചോദിച്ച് അടികൂടും. അയാൾ കയറ്റി വയ്ക്കും. അയാളൊന്ന് ഉറങ്ങിയാൽ കണ്ണടച്ചാൽ ഭാര്യ ചെറുതാക്കും. ഇങ്ങനെ എത്രയോ വീടുകളിൽ നടക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ പേരിൽ ദേഷ്യപ്പെട്ട് ഭാര്യ പൂമുഖത്ത് പോയി കിടക്കും, അല്ലെങ്കിൽ ഡ്രോയിങ് റൂമിൽ പോയി കിടക്കും. വെവ്വേറെ കിടക്കാൻ തുടങ്ങും. എനിക്ക് കിടക്കാൻ പറ്റില്ല നിങ്ങളുടെ കൂടെ എന്ന് പറയും. അപ്പൊ എന്താ അത്? ഇതിലേതാ ചൂട്, ഏതാ തണുപ്പ്? ആരാ പറയേണ്ടത്? നിങ്ങളൊന്ന് ഉറപ്പിച്ച് പറയുന്നു. ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? തർക്കിച്ച് ജയിക്കാൻ പറ്റുമോ? ഇത് ചൂടാണ്, ഇത് തണുപ്പാണ് എന്ന് നിശ്ചയിച്ച് പറയാൻ സാധ്യമല്ല. അപ്പൊ നമ്മൾ ശീലിച്ചതാണ് നമ്മളുടെ വ്യാഖ്യാനം. നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ഇത്രയും കാലം കൊണ്ട് ജനിച്ച അന്ന് തുടങ്ങി നമ്മുടെ ഒരു നിലവാരത്തിൽ നമ്മൾ ജീവിച്ചു. ആ നിലവാരം വെച്ചിട്ടാണ് നമ്മൾ എല്ലാറ്റിനെയും അളക്കുന്നത്. മദേഴ്സ് ദോശ എന്ന് പറയും അതിന്. അമ്മ ഉണ്ടാക്കുന്ന ദോശയാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ ദോശ, നല്ല ദോശ. അതാണ് പെർഫെക്റ്റ് ദോശ. ബാക്കി ഏത് ദോശ ഉണ്ടാക്കിയാലും അതൊന്നും ദോശയേ അല്ല. കാരണം നമ്മൾ ബാല്യം തൊട്ട് ദോശ എന്ന് അറിഞ്ഞത് അമ്മയുടെ ആ ദോശയുടെ രുചിയാണ്. അത് നമ്മുടെ നാവിനെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അത് നമ്മുടെ നാവിനെ കണ്ടീഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ദോശയ്ക്ക് ഒരു ടേസ്റ്റ് സ്റ്റാൻഡേർഡ്, നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഡെഫിനിഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്, ഇതാണ് ദോശ. അപ്പൊ ഇനി അതിനേക്കാൾ എത്ര നന്നായിട്ട് എന്തെല്ലാം രുചി ചേർത്ത് എങ്ങനെയൊക്കെ ഭാര്യ ഉണ്ടാക്കിയാലും അമ്മയുടെ ദോശ പോലെ വരില്ല. ഭാര്യയുടെ ദോശയിൽ 100 കുറ്റം കണ്ടെത്തും ഭർത്താക്കന്മാര്. എന്തെല്ലാം പരിശ്രമിച്ചാലും പലപ്പോഴും തൃപ്തിയാവില്ല. കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ പോലെ സ്നേഹപൂർവം ഭർത്താവിന് സന്തോഷമാവണമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി അതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കും. എന്നിട്ട് ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കും. ദോശ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല വാക്ക് സൂക്ഷിച്ച് നോക്കിയിരിക്കുമ്പോൾ മുഖത്ത് ഭാവങ്ങൾ മാറുന്നത് കാണാം. ഒരു അരുചിയുടെ, ഒരു മടുപ്പിന്റെ,
ഒരു സ്വാദില്ലാത്തതിൻ്റെയൊക്കെ മുഖഭാവങ്ങൾ കാണും. അത് കാണുമ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇതാണോ, എന്താ ഒരു നല്ല വാക്ക് പറയാത്തത് എന്ന് ചിലപ്പോൾ വാവിട്ട് ചോദിക്കും. അയാൾ പിന്നെ കുടുംബകലഹം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ച് നന്നായിട്ടുണ്ട് എന്ന് ചിലപ്പോൾ പറയും. അല്ലെങ്കിൽ ഞാൻ തിന്നുന്നത് കണ്ടില്ലേ, നല്ലോണം തിന്നുന്നത് നന്നായത് കൊണ്ടാണ്, നിറയെ തിന്നുണ്ടല്ലോ അത് നന്നായത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറയില്ലേ എന്നൊക്കെ ന്യായവും പറയും. വാസ്തവത്തിൽ അയാളുടെ ഉള്ളിൽ നാവ് താരതമ്യം ചെയ്യുന്നുണ്ട് അയാളുടെ അമ്മ കൊടുത്ത ദോശയും ഇപ്പൊ കഴിക്കുന്ന ദോശയുമായിട്ട്. എന്തു തന്നെയായാലും അമ്മയുടെ ദോശ പോലെ വരുന്നില്ല ഭാര്യയുടെ ദോശ. പിന്നെ ഹണിമൂൺ കാലമായതുകൊണ്ട് തൽക്കാലമൊക്കെ നന്നായിട്ടുണ്ട്, അമ്മയേക്കാൾ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും. ഒരു 1-2 വർഷം ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വരും. അത് കഴിഞ്ഞാൽ പിന്നെയും പഴയ അമ്മയുടെ രുചി തന്നെ നാവിലേക്ക് വരും. അത് കഴിഞ്ഞാൽ ഭാര്യയുടെ ദോശയുടെ രുചിയൊക്കെ കുറയും. അപ്പോൾ തൽക്കാലം ആ ഒരു സ്നേഹം കൂടുതലുള്ള ആ ഒരു ഹണിമൂൺ കാലം, മധുവിധു കാലം എന്ന് പറയുന്ന പോലെയുള്ള ആ കാലത്ത് എന്തു കൊടുത്താലും രുചിയുണ്ടെന്ന് പറയും, രുചിയില്ലെങ്കിലും ഉണ്ട് എന്ന് പറയും, ഇഷ്ടമായിട്ടില്ലെങ്കിലും ഇഷ്ടമായി എന്ന് പറയും. അത് ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് മധു ഇതുവാണ്. അതെല്ലാം മധുരിക്കുന്ന പ്രായമാണ്, മധുരിക്കുന്ന കാലമാണ്. കൊടുത്തതെന്തും മധുരം, ആഹ്ലാദമുണ്ടാക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഉള്ളിലുള്ള രുചി പുറത്തേക്ക് വരും. ഒരു 1-2 കൊല്ലം കഴിയുമ്പോൾ ആ രുചി തന്നെ വേണമെന്ന് ആഗ്രഹിക്കും. ഈ രുചി രുചിയല്ല എന്ന് പറയും. അപ്പൊ എന്താണിത്? ഇത് നമ്മുടെ ശരീരം കാലാകാലങ്ങളായി ഓരോ ശീലങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ കണ്ടീഷൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾക്ക് എല്ലാ കാര്യത്തിനും നമ്മുടേതായിട്ടുള്ള ഒരു വ്യവസ്ഥകളുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ നിശ്ചയിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങനെയുള്ള കണ്ടീഷനുകളൊക്കെ മാറ്റാൻ നമ്മൾ ശീലിക്കണം. ചെറുപ്രായത്തിൽ തന്നെ ഏതെങ്കിലും ഓരോ നിസ്സാര കാര്യങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടക്കാതെ വെറൈറ്റികൾ ശീലിക്കണം. അമ്മയുടെ മാത്രമല്ല, ചെറിയമ്മയുടെയും വലിയമ്മയുടെയും അമ്മായിയുടെയും മുത്തശ്ശിയുടെയും ഏടത്തിയമ്മയുടെയും എല്ലാവരുടെയും കൈകൊണ്ടുള്ള ദോശ കഴിച്ച് ശീലിക്കണം. എല്ലാ ദോശയുടെയും രുചി അറിയണം. എവിടെ പോയാലും ആ രുചിയെ ആസ്വദിക്കാൻ ശീലിക്കണം. ദോശ എന്ന് ഒരു ഉദാഹരണം പറയുന്നു എന്നേ ഉള്ളൂ, ഏത് കാര്യമാണെങ്കിലും. അപ്പം അതിനൊക്കെയാണ് നമ്മൾ ബന്ധുഗൃഹങ്ങളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതും അതുപോലെ വീട്ടിൽ പലര് ഉണ്ടായിരിക്കുന്നതും അവരുടെ കൈകൊണ്ടൊക്കെ മാറി മാറി പാചകം ചെയ്യുന്നതും ഒക്കെ ആ പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥയും അതുപോലെ ബന്ധുഗൃഹങ്ങളിൽ പോയി താമസിക്കുന്ന പഴയ സമ്പ്രദായങ്ങളുമൊക്കെ ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസൊക്കെ മാറ്റിക്കിട്ടും. നമ്മുടെയൊക്കെ ബാല്യത്തിൽ നമ്മുടെ ബന്ധുഗൃഹങ്ങളിൽ ഇഷ്ടം പോലെ വെക്കേഷനുകളൊക്കെ പോയി താമസിക്കാറ് പതിവുണ്ട്. ഇന്നിപ്പോൾ അതൊട്ടും ഇല്ലാതായി. ഇന്നൊട്ടുമില്ല. ഇന്ന് ഭാര്യ ഭർത്താവ് 1-2 കുട്ടികൾ, അവരുടെ ലോകം. വേറെ എവിടെയും പോയിട്ട് അവർക്ക് സ്വയം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ മറ്റുള്ളവർ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറുമല്ല. പോയാൽ തന്നെ ഒരു രാത്രി തങ്ങുന്നത് തന്നെ കഷ്ടമാണ്. രാവിലെ പോയാൽ വൈകുന്നേരം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം ഓരോ ഭാഗത്ത് പോയി കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കുകയാണ്. സഹിക്കാൻ വയ്യ, തിരിച്ചു പോരുകയാണ്. അപ്പം നമ്മളിങ്ങനെ വൈവിധ്യങ്ങൾ അനുഭവിക്കുന്നില്ല. ഇതാണ് തീർത്ഥാടനത്തിൻ്റെ മഹത്വം. നമ്മൾ തീർത്ഥാടനം ചെയ്യുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ കണ്ടീഷനിങ്സിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തന്നെ നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ് പല നിയമങ്ങളെ കൊണ്ടും.
പല ശീലങ്ങളെ കൊണ്ടും ആ ശീലങ്ങളെയൊക്കെ ആ ബന്ധനങ്ങളെയൊക്കെ പൊട്ടിക്കാൻ നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കാതെ വേണം നമ്മൾ തീർത്ഥാടനങ്ങൾ നടത്താൻ. അങ്ങനെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വികാസം ഉണ്ടാകും. അതുകൊണ്ടാണ് അതിന് തീർത്ഥം എന്ന് പറയുന്നത് തന്നെ. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പാപങ്ങളെ തരണം ചെയ്യുവാനുള്ള മാർഗമാണത്. തീർത്ഥ ശബ്ദത്തിൻ്റെ അർത്ഥം തരിപ്പിക്കുന്നത്, ദാറ്റ് വിച്ച് മേക്സ് യു ക്രോസ്. നിങ്ങളുടെ പരിമിതികളെ ലംഘിക്കാൻ, നിങ്ങളുടെ ശീലങ്ങളെ ലംഘിക്കാൻ, നിങ്ങളുടെ വാസനകളെ ലംഘിക്കാൻ, നിങ്ങൾ തന്നെ നിങ്ങൾക്കിട്ടിരിക്കുന്ന ചങ്ങലകളെ പൊട്ടിക്കാൻ ഉള്ള ഒരു ഉദാത്തമായിട്ടുള്ളൊരു മാർഗമാണ് തീർത്ഥാടനം. അത് നിങ്ങളുടെ ആ ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഒതുങ്ങിക്കൂടിയിരിക്കുന്ന, നിങ്ങൾ തന്നെ ബന്ധിച്ചിരിക്കുന്ന നിങ്ങളുടെ ആ ഇരുമ്പ് ചട്ടക്കൂടിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് വരാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് തീർത്ഥാടനത്തിന് ഇത്രയും പ്രാധാന്യം. തീർത്ഥാടനം ചെയ്യുന്നവര് ഓരോ ദേശത്ത് പോയാൽ അതാത് ദേശത്ത് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥം, അവിടുത്തെ കാലാവസ്ഥ, അവിടെ കിടക്കാൻ കിട്ടുന്ന സൗകര്യങ്ങൾ, അവിടുത്തെ വെള്ളം, അങ്ങനെ അവിടുത്തെ വായു, അവിടുത്തെ എല്ലാം അനുഭവിച്ച് അതുമായിട്ട് ശീലിച്ച് ആവലാതികളില്ലാതെ വീട്ടിൽ പോലെ തന്നെ കഴിയാൻ പറ്റില്ല നമ്മൾ പുറത്തു പോയാൽ എന്നുള്ള പാഠം പഠിച്ച് എവിടെ ചെന്നാലും അവിടെ വീണേടം വിഷ്ണു ലോകം എന്നാക്കി മാറ്റണം. വീണേടം വിഷ്ണു ലോകം. എവിടെ വീണാലും വിഷ്ണു ലോകത്താണ്. എവിടെ കിടന്നാലും ഉറങ്ങും. എന്ത് കിട്ടിയാലും കഴിക്കും. എല്ലാം സന്തോഷപൂർവം സ്വീകരിക്കും എന്ന് നമ്മൾ ശീലിക്കണം. ഇത് ശീലിപ്പിക്കണം നമ്മുടെ കുട്ടികളെ. അതാണ് അവർക്ക് എന്താ പറയുക, എല്ലാം ഏത് സാഹചര്യത്തെയും അക്കോമഡേറ്റ് ചെയ്യാനും ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ, റെസിസ്റ്റ് ചെയ്യാൻ ഒക്കെയുള്ള ഇമ്മ്യൂണിറ്റി അവർക്കുണ്ടാവുക. അല്ലാതെ അവരെ കൂട്ടിലിട്ട് വളർത്തുന്ന പക്ഷികളെ പോലെയോ പെറ്റ് അനിമൽസിനെ പോലെയോ വളർത്തിയാൽ, പോമറേനിയൻ പട്ടിക്കുട്ടികളെ പോലെ അല്ലെങ്കിൽ കൂട്ടിലിട്ട് വളർത്തുന്ന പ്രാവിനെ പോലെയോ തത്തയെ പോലെയോ വളർത്തിയാൽ അവരൊന്നിനും കൊള്ളാതെയാവും. അപ്പോൾ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു പോകണം. എല്ലാ അനുഭവങ്ങളിലൂടെയും നമുക്കൊരു പാകപ്പെടാനുണ്ട്, നമുക്കൊരു വിശാലത കൈവരിക്കാനുണ്ട്, ഒരു അക്കമഡേഷൻ കൈവരിക്കാനുണ്ട്. എന്തും ഉൾക്കൊള്ളാനുള്ള പാകത നേടിയെടുക്കണം. അതാണ് വികാസം, അതാണ് സുഖത്തിലേക്കുള്ള വഴി. അങ്ങനെയുള്ളവർക്ക് എവിടെ പോയാലും സുഖമാണ്. അവർ കംപ്ലൈൻ്റ് ഇല്ല. അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പ്രയാസമില്ല. ഞാൻ പറഞ്ഞു തന്നിട്ട് അക്കോമഡേഷനാണ് സുഖം. സുഖം എന്നുള്ള ശബ്ദത്തിൻ്റെ ഒരർത്ഥം അക്കോമഡേഷൻ എന്നാണ്. നിങ്ങൾക്ക് നന്നായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയാൽ സുഖം. സുഷ്ടുവായ ഖം, ശോഭനമായ സ്പേസാണ് സുഖം. സ്പേസ് എന്നാൽ അക്കോമഡേഷനാണ്. അപ്പോൾ എന്തിനെയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുവോ അത്രയും സുഖം. എന്തിനെയൊക്കെ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നുവോ അത്രയും ദുഃഖം. അപ്പോൾ നിങ്ങൾക്ക് സുഖം വേണോ? പ്രാക്ടീസ് അക്കോമഡേഷൻ. എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു പരിശീലനം നേടൂ. ഏത് കാലാവസ്ഥയെയും, ഏത് ഭൂപ്രകൃതിയെയും, ഏത് ഭക്ഷണ പദാർത്ഥങ്ങളെയും, ഏതു തരം ആളുകളുമായിട്ട് ഇടപഴകുന്നതിനെയും, എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടോ എല്ലാ സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് ഇണങ്ങിച്ചേരാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ യദൃച്ഛാലാഭ സന്തുഷ്ടന്മാരാവും. യദൃച്ഛാലാഭ സന്തുഷ്ടന്മാര്. എന്താണോ വന്നു ചേരുന്നത് യാദൃച്ഛികമായി, നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്നത് എന്തും നമുക്ക് സന്തോഷത്തിന് കാരണമാകും.
നേരെ മറിച്ച് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വ്യവസ്ഥകൾ വെച്ച് ഇന്നതേ വരാവൂ, എനിക്ക് ഇന്നതേ ഇഷ്ടമുള്ളൂ, ഇത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ വരാവൂ എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം ചുരുങ്ങി നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ലിസ്റ്റ് വലിയ ലിസ്റ്റ് ആവും തോറും നിങ്ങൾക്ക് ധാരാളം ചാൻസ് ഉണ്ട് ദുഃഖിക്കാൻ. എപ്പോഴും ദുഃഖിക്കാം, നിരന്തരം ദുഃഖിക്കാം. അപ്പൊ ദുഃഖിക്കാനുള്ള ചാൻസ് ഇഷ്ടം പോലെയാണ് ഈ ഇങ്ങനെ ചുരുങ്ങിയ കാര്യങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന കിണറ്റിലെ തവളകൾക്ക്. ഈ നിസാര കാര്യങ്ങളിൽ ശാഠ്യം പിടിച്ചുകൊണ്ട് എനിക്ക് ഇതേ പറ്റുള്ളൂ, ഇത് മാത്രമേ പറ്റുള്ളൂ, ഞാൻ ഇന്ന ഭക്ഷണമേ കഴിക്കുള്ളൂ, ഞാൻ ഇന്നിടത്തേ കിടക്കുള്ളൂ, എനിക്ക് AC ഇല്ലാതെ കിടക്കാൻ പറ്റില്ല, എനിക്ക് ഫാൻ ഇല്ലാതെ കിടക്കാൻ പറ്റില്ല, എനിക്ക് നല്ല കിടക്ക വേണം, നല്ല കംഫർട്ട്സ് വേണം, ഇന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ വേണം എന്ന് നമ്മളെ സ്വയം പരിമിതപ്പെടുത്താതിരിക്കുക, കണ്ടീഷൻ ചെയ്യാതിരിക്കുക. നമ്മുടെ കുട്ടികളെ അതൊക്കെ ശീലിപ്പിക്കുക. അവർക്ക് എല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു കരുത്തുണ്ടാവട്ടെ, ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകട്ടെ, എന്തും ഉൾക്കൊള്ളാൻ കഴിയട്ടെ. ഇപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ ശീലിച്ചതിനെയാണ് നമ്മൾ ഓരോന്നായിട്ട് നിർവചിക്കുന്നത്. നമ്മൾക്ക് ഇന്നത് രുചി, ഇന്നത് അരുചി. ചില ആളുകൾക്ക് ഭക്ഷണത്തിൽ എത്ര മുളകിട്ടാലും പോരാ, പിന്നെയും 4 പച്ചമുളകും കൂടി കടിച്ചു നിന്നാലേ ശരിയാവുള്ളൂ, അല്ലേ? നമുക്ക് അത് അടുത്തേക്ക് പോകുമ്പോഴേക്കും കണ്ണിലും മൂക്കിലും വെള്ളം വരും, തൊലിയൊക്കെ ചുട്ട് നീറും. കഴിച്ചു കഴിഞ്ഞാൽ നാവും തൊണ്ടയും പോയ വഴിയൊക്കെ അറിയാം. നമ്മുടെ ഇന്ത്യൻ ഫുഡ്, പ്രത്യേകിച്ച് കേരള ഫുഡ്, വെസ്റ്റേണേഴ്സിന് ഭയങ്കര സ്പൈസിയാണ് എന്ന് പറയാം. അവർ കഴിക്കില്ല, അവർ എരിഞ്ഞു തുള്ളും. നമ്മൾ സാധാരണമായിട്ട് കഴിക്കുന്ന സ്പൈസസ് അവർക്ക് ഭയങ്കര സ്പൈസിയാണെന്ന് പറഞ്ഞാൽ അവർ കണ്ണിൽ കൂടെയൊക്കെ വെള്ളം വരുണ്ടാവും, മുഖമൊക്കെ ചുടുക്കും, ചുവക്കും, ഹാ 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 എന്ന് പറയും. അവര് മേലയ്ക്ക് മേലെ വെള്ളം കുടിക്കും. അവർക്കിത് ശീലമില്ല. നമ്മൾ അത്രയും സ്പൈസിയാണ്. എന്നിട്ട് ഇതേ നമ്മുടെ സ്പൈസ്, നമ്മുടെ എരിവ് ആന്ധ്രക്കാർക്ക് കൊണ്ട് കൊടുത്താൽ ഇത് മധുരിക്കുന്നു എന്ന് പറയും അവര്. ആന്ധ്രക്കാർക്ക് എല്ലാറ്റിലും നിറയെ ചില്ലി വേണം. നല്ലോണം മുളകിട്ട് കറികൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു 4 പച്ചമുളകും കൂടി, വലിയ വലിയ മുളകും കൂടിയിട്ട് കടിച്ചാലേ അവർക്ക് കഴിച്ചതുപോലെ ആവുള്ളൂ. പഞ്ചാബികളും ഏകദേശം അതുപോലെ തന്നെയാണ്. എന്നാൽ ഗുജറാത്തികൾക്ക് എല്ലാറ്റിലും മധുരം വേണം. പ്രത്യേകിച്ച് ഗുജറാത്തികൾക്ക് മറ്റ് നോർത്ത് ഇന്ത്യൻ കൾച്ചറിലും എല്ലാറ്റിലും മധുരം കലർത്തും. മധുരം കൂടുതലുള്ള പലഹാരങ്ങളാണ് അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളാണ് അവർക്ക് ഇഷ്ടം. നമ്മളെപ്പോലെ സ്പൈസി ആയിട്ടുള്ള കറികളൊന്നും കാണില്ല. എല്ലാറ്റിലും ഒരു സ്വീറ്റ് അതുണ്ടാവും. അപ്പം നമുക്ക് അവിടെ പോയാൽ അത് സ്വീറ്റാണ്. ഇങ്ങനെ എന്താ പറയുക, ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കണ്ടീഷൻ, ഈ കണ്ടീഷനിങ്ങളൊക്കെ നമ്മൾ ലംഘിച്ച് ശീലിക്കുക, അക്കോമഡേറ്റ് ചെയ്ത് ശീലിക്കുക. എവിടെ പോയാലും എന്ത് കിട്ടിയാലും എല്ലാറ്റിനെയും പരിശീലിച്ച് വയ്ക്കുക. കാരണം നമ്മൾ എവിടെ പോണ്ടി വരും, എവിടെയൊക്കെ കഴിയേണ്ടി വരും, നമ്മുടെ പ്രാരബ്ധം നമ്മളെ എവിടേക്കൊക്കെ എത്തിക്കുമെന്നൊന്നും അറിയില്ല. അപ്പം അതിന് നേരത്തെ തന്നെ പരിശീലനം നല്ലതാണ്. ഇത് നമ്മൾ കുട്ടികൾ വളർന്നു വരുമ്പോൾ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും വയ്യ അവർക്ക്. അമ്മമാരോ അച്ഛന്മാരോ വായിൽ കൊടുക്കുന്ന എത്രയോ കുട്ടികൾ 16, 18, 20, 28 വയസ്സായിട്ടുള്ളവരെ വരെ എനിക്കറിയാം. കല്യാണം കഴിക്കാൻ പറ്റില്ല അവർക്ക്. ഒരു കുട്ടി ബാല്യത്തിൽ വായിൽ കൊടുത്തു, വളരും തോറും പിന്നെയും വായിൽ തന്നെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക അച്ഛനും അമ്മയും.
പോത്തുപോലെയായി. അയാൾക്ക് കല്യാണം കഴിക്കേണ്ട പ്രായമായി. അപ്പോഴും അച്ഛൻ വായിൽ കൊടുക്കുന്ന പ്രായം. അങ്ങനെ പ്രായമായി എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് ആ കല്യാണം ഫെയിലിയർ ആയിട്ടുണ്ട്. കാരണം ഭാര്യ വായിൽ കൊടുക്കുന്നില്ല, അവിടെ ആരും വായിൽ കൊടുക്കാനില്ല. പിന്നീട് തിരിച്ച് അച്ഛൻ തന്നെ വായിൽ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. നല്ല വിദ്യാഭ്യാസമുള്ള വലിയ ഉദ്യോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരാ പറയുന്നത്. നല്ല വിദ്യാഭ്യാസം, വലിയ ഔദ്യോഗിക പദവി. ഇതെനിക്ക് പ്രത്യേകമായിട്ട് എൻ്റെ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളെയാണ് ഞാൻ പറയുന്നത്, വെറുതെ പറയല്ല, ഊഹാപോഹമല്ല, സംഭവമാണ്. വിവാഹമോചനം നേടേണ്ടി വന്നു. കാരണം അവിടെ തൻ്റെ ശീലങ്ങൾക്കനുസരിച്ചല്ല കാര്യങ്ങൾ. തനിക്ക് വായിൽ കൊടുക്കാൻ ആരുമില്ല. സ്വന്തം ഉടുത്തിരിക്കുന്ന അണ്ടർവെയർ അടക്കം ഊരാൻ പോലും അറിയില്ല, പിന്നെയല്ലേ കഴുകാൻ. അങ്ങനെ വളർന്നു വരുന്നുണ്ട് കുട്ടികൾ. അവനവൻ്റെ അടിവസ്ത്രങ്ങളെങ്കിലും കഴുകി ശീലിക്കാൻ അതുപോലും അഭ്യസിപ്പിക്കുന്നില്ല. അപ്പൊ പിന്നെ വേറെ എവിടെയെങ്കിലും പോയാൽ ആര് കഴുകി കൊടുക്കും? യൂസ് ആൻഡ് ത്രോ. അന്നാളത്തെ അണ്ടർവെയറേഴ്സ് വലിച്ചെറിയാനേ പറ്റുള്ളൂ. പിന്നെ അപ്പൊ ഇതൊക്കെ വിവാഹമോചനങ്ങളിൽ എത്തി നിൽക്കുകയാണെന്ന്. ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം വിവാഹമോചനങ്ങൾ വർദ്ധിക്കാൻ കാരണം ഈ ദുർവാശികളാണ്. ഈ കുട്ടികളെ നമ്മൾ ലാളിച്ച് സ്വയം പര്യാപ്തതയില്ലാതെ, എന്തിനേയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ, ടോളറൻസ് ഒട്ടുമില്ലാതെ ഇൻടോളറൻ്റ് ആയിട്ട് പരിശീലിപ്പിച്ച് വൈവാഹിക ജീവിതങ്ങൾ തകർന്ന് 6 മാസം പോലും ഒന്നിച്ച് കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് കുറച്ച് സ്റ്റാൻഡേർഡുള്ള ഫാമിലികളിൽ. പാവപ്പെട്ടവരുടെ ഇടയിൽ ആ പ്രശ്നമില്ല. കുറച്ച് സാമ്പത്തികമായിട്ടോ അതുപോലെയുള്ള ബാക്ക്വേർഡ് ആയിരിക്കുന്ന ആളുകളുടെ ഇടയിൽ അത്രയും പ്രശ്നമില്ല. ഇന്നത്തെ സമൂഹത്തിലെ ക്രീമി ലെയറിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ. ഉയർന്ന വിദ്യാഭ്യാസവും നല്ല സാമ്പത്തിക സ്ഥിതിയും മറ്റുള്ളവരുടെ മുമ്പിൽ സംസ്കാര സമ്പന്നരെന്നും പറയുന്ന, സംസ്കാര സമ്പന്നരെന്ന് പറച്ചിലേ ഉള്ളൂ. യഥാർത്ഥ സംസ്കാരം എന്താന്ന് ഈ മൂഢജനങ്ങൾക്ക് അറിയില്ല. സംസ്കാരം എന്ന് പറഞ്ഞാൽ വേഷം കെട്ടലോ, ചുണ്ടിൽ ലിപ്സ്റ്റിക് അടിക്കലോ, മുഖത്ത് കുറെ ക്രീം അടിക്കലോ, നന്നായിട്ട് ഡ്രസ് ചെയ്യലോ, അതൊന്നുമല്ല സംസ്കാരം. സംസ്കാരം എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ള ഒരു റിഫൈനിങ് പ്രോസസ്സാണത്. ഏത് സാഹചര്യത്തെയും വളരെ ശാന്തമായി പക്വതയോടെ നേരിടാനുള്ളതായിട്ടുള്ള ഒരു പരിശീലനമാണ് സംസ്കാരം. അപ്പം ഇന്ന് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള കുടുംബങ്ങളിൽ എന്ന് വെച്ചാൽ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള നിലവാരം കൂടിയ കുടുംബങ്ങളിലാണ് ഏറ്റവും അധികം ഡൈവോഴ്സ് എന്നുള്ളതായിട്ടുള്ള വിഷയം. അവർക്ക് ജീവിത പങ്കാളികളെ മാറ്റുന്നതിൽ ഒരു വിഷമമില്ലാതെയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരിശീലനം, ഒരു പരീക്ഷണം. ഇയാൾ ശരിയാവുമോ നോക്കട്ടെ, കുറച്ചു കാലം നോക്കാം, 6 മാസം നോക്കിയാൽ ശരിയല്ല എന്ന് പറഞ്ഞാൽ വിടാം, അടുത്ത വേറൊരാളെ ചൂസ് ചെയ്യാം. പിന്നെ 6 മാസം അയാളുടെ കൂടെ, അല്ലെങ്കിൽ 3 മാസം, അല്ലെങ്കിൽ 2 മാസം, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് മതിയാവും. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിലേക്ക് ഓടി വരുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളാണ് ഏറ്റവും അധികം കണ്ടീഷൻസ് പറയുന്നവർ, അക്കോമഡേഷൻ ഇല്ലാത്തവർ. ഞാൻ തുറന്നു പറയുകയാണ്, ഉള്ളത് പറയുകയാണ്. എൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ ഞാൻ കണ്ടിട്ട് പറയുകയാണ്, വേറെ നാട്ടിലുള്ളവരെ പറയണ്ടല്ലോ. എൻ്റെ സ്വന്തം കസിൻസിൻ്റെയൊക്കെ മക്കളെയൊക്കെ ഞാൻ ധാരാളം കാണുന്നതാണ്. അപ്പോൾ പെൺകുട്ടികളാണ് കണ്ടീഷൻസ് പറയുന്നത്. ആൺകുട്ടികൾ പാവങ്ങളായി തുടങ്ങി, വളരെ പാവങ്ങൾ. അവർ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാണ്.
അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. വളരെ പാവങ്ങളാണ്. ഞാൻ അറിയുന്ന കുറേ പേര്. ഒരു സാമാന്യമായിട്ട് പറയുകയാണ്, എല്ലാവരെയും അടച്ചു പറയുന്നില്ല. ഏത് കാര്യത്തിലും അങ്ങനെ അടച്ചു പറയാൻ പാടുള്ളതല്ല. നമ്മൾ സാമാന്യമായി പറയുകയാണ്. ഭൂരിഭാഗം. കാരണം വീടുകളിൽ ഒന്നോ രണ്ടോ പെൺകുട്ടികളെ ഉണ്ടാവുള്ളൂ, ഒരു കുട്ടിയെ ഉണ്ടാവുള്ളൂ. അതിനെ അച്ഛനും അമ്മയും നാട്ടുകാരും വീട്ടുകാരും എന്ന് പറഞ്ഞ പോലെ ലാളിച്ച് അഡമൻ്റായിട്ടുള്ള സ്വഭാവത്തോടു കൂടി വളരുകയാണ്. ഷാഢ്യക്കാരിയായിട്ട്, എന്ത് ചോദിച്ചതും കിട്ടുന്ന വാശിക്കാരിയായിട്ട്. അപ്പോൾ വിവാഹ മാർക്കറ്റിൽ ഏറ്റവും നിബന്ധനകൾ വെക്കുന്നത് ഇപ്പോൾ സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്. ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കാണ് ഇപ്പോൾ കൂടുതൽ. സ്വയംവരം, പണ്ടത്തെ സ്വയംവരം, ഇപ്പോൾ പെൺകുട്ടികളാണ് സ്വയംവരം ചെയ്യുന്നത്. ആൺകുട്ടികൾക്ക് ചോയ്സ് ഇല്ല. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള മട്ടിലായിട്ടുണ്ട് ആൺകുട്ടികൾ. എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയാൽ മതി എന്നുള്ളതായിട്ടുണ്ട് ആൺകുട്ടികളുടെ ഭാവം. പെൺകുട്ടികൾക്കാണ് കണ്ടീഷൻ. മീശ എങ്ങനെ ഇരിക്കണം, താടി എങ്ങനെ ഇരിക്കണം, തലമുടി എങ്ങനെ ഇരിക്കണം, നിറം എന്തായിരിക്കണം, ഏത് ഡ്രസ്സിങ് ആയിരിക്കണം, ഏത് വാഹനങ്ങൾ ഉപയോഗിക്കണം, എന്തായിരിക്കണം ഉദ്യോഗം, എന്ത് പഠിച്ചിരിക്കണം, എന്തൊക്കെ ഹാബിറ്റ്സ് ഉണ്ടാവണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് പെൺകുട്ടികളാണ്. ചിന്തിക്കുക. എന്നോട് ആരും ഒരു വിരോധവും വിചാരിക്കേണ്ട. ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നിരീക്ഷണം ചെയ്ത് പറയുകയാണ്. എനിക്ക് മക്കളൊന്നുമില്ല, പക്ഷെ ലോകത്തിലുള്ള എല്ലാ കുട്ടികളും എനിക്ക് മക്കളെ പോലെ തന്നെയാണ്. സ്നേഹം കൊണ്ട് പറയുകയാണ്. എൻ്റെ കുട്ടികൾ ആരും ഇവിടെ വിവാഹം കഴിയാതെയോ ഡൈവോഴ്സായിട്ടോ നിൽക്കുന്നില്ല. പക്ഷേ ചുറ്റുപാടും ധാരാളം കാണുന്നു. അതുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ പറഞ്ഞു വന്നത്, ഈ നമ്മുടെ ബാല്യം തൊട്ടുള്ളതായിട്ടുള്ള ശീലങ്ങൾ നമ്മളെ കണ്ടീഷൻ ചെയ്ത് നമ്മൾ നിർവചിക്കുന്നു, കാര്യങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെയുള്ള എന്താ പറയുക, നമ്മുടെ കണ്ടീഷനിങ്സ് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യാൻ തടസ്സമായി നിൽക്കുന്നു. നമുക്ക് ടോളറൻസ് തീരെ ഇല്ലാതെയാവുന്നു. അത് മാറ്റിയെടുക്കണം. അതാണ് ഇവിടെ താൻ തിദിക്ഷസ്വ ഭാരത എന്നാണ് കഴിഞ്ഞ ശ്ലോകം പറഞ്ഞത്. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമ അപായിനോ അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത യംഹിന വ്യതയന്ത്യേതി. യംഹിന വ്യതയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സ്വ അമൃതത്വായ കൽപ്പതേ. എല്ലാ അവസ്ഥകളെയും, അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ആ അവസ്ഥകളെയൊക്കെ സമഭാവനയോടെ ബാലൻസ്ഡായിട്ട് ആര് നേരിടുന്നുവോ അവനുള്ളതാണ് ജീവിതത്തിലെ നിത്യസുഖം, അവനുള്ളതാണ് ശാന്തി, അവനുള്ളതാണ് സമാധാനം, അവനുള്ളതാണ് ആനന്ദം. അപ്പൊ തൊട്ടാവാടികൾക്കുള്ളതല്ല. തൊട്ടാവാടികൾക്ക് ഈ ലോകത്തിൽ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെ നിരന്തരം ദുഃഖിക്കാനേ അവസരമുള്ളൂ. ശൂദ്രപ്രായന്മാരായിട്ടുള്ളവർക്ക് എന്നും കരഞ്ഞുകൊണ്ടേയിരിക്കാം. അവരെയാണ് ശൂദ്രന്മാരെന്ന് പറയുന്നത്. എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല, എന്തെല്ലാം സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടും കാര്യമില്ല, എത്ര ശരീര സൗന്ദര്യമോ വർണ്ണമോ നിറമോ കുലമഹിമയോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ആരാണോ നിത്യവും ദുഃഖിക്കുന്നത്, എന്നും കംപ്ലൈന്റ് പറയുന്നത്, നിസ്സാര കാര്യങ്ങളിൽ എപ്പോഴും വിഷമിക്കുന്നത്, അവനെയാണ് ശൂദ്രൻ എന്ന് വിളിച്ചിരിക്കുന്നത്. എപ്പോഴും ശോകത്താൽ ദ്രവിക്കുന്നവൻ. ശുചാ ദ്രവതേ ഇതി ശൂദ്രഃ. നിരന്തരം ശോകം കൊണ്ട് പീഡിതനാവുന്നവൻ.
അപ്പൊ ആരുടെ ജീവിതത്തിലാണോ എന്തിനും ഏതിനും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും വിഷമിച്ചു കൊണ്ടിരിക്കുന്നത്, തൊട്ടാവാടികളെ പോലെ ഏത് പ്രശ്നത്തിനും താങ്ങാൻ പറ്റാതിരിക്കുന്നത്, അവരാണ് ശൂദ്രന്മാർ. പണ്ഡിതാഹ ന അനുശോചന്തി ധീരാഹ ന വ്യതന്തേ. ധീരന്മാർക്ക് ഒരു തരത്തിലുള്ള പീഡയുമില്ല, പണ്ഡിതന്മാർക്ക് ഒരു ദുഃഖവുമില്ല. യഥാർത്ഥ പണ്ഡിതന്മാർക്ക്. അപ്പോ അതിന് ഈ അറിവ് ഉറയ്ക്കണം. എന്താണ് സത്ത്, എന്താണ് അസത്ത്, ആ സത്തിൽ നമ്മുടെ ദൃഷ്ടി ഉറയ്ക്കണം. ആ സത്തിനെ വേണം നമ്മൾ ആശ്രയിക്കാൻ. അല്ലാതെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ഭൗതികമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ ഒന്നും റിലയബിൾ അല്ല, ഒന്നും റിലയബിൾ അല്ല. ഒന്നിനെയും ആശ്രയിച്ച് ശീലിക്കാതിരിക്കുക. ഒന്നും പെർമനന്റ് അല്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ആഗമ അപായിനോ അനിത്യാഹ. അപ്പോ വിചാരം ചെയ്താൽ ശീതോഷ്ണാദി സകാരണം പ്രമാണൈഹി നിരൂപ്യമാണം വസ്തു നഹി സംഭവതി. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രമാണങ്ങളെ കൊണ്ട് വിചാരം ചെയ്താൽ ഇത് ശീതം, ഇത് ഉഷ്ണം എന്ന് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് നിർവചിക്കാൻ സാധ്യമല്ല. വികാരോഹി സഹ വികാര, അതെല്ലാം വികാരമാണ്. ചേഞ്ച്, വികൃതിയാണത്, പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണത്. വികാരഹ വ്യഭിചരതി. വികാരം എന്ന് പറഞ്ഞാൽ തന്നെ വ്യഭിചരിക്കുന്നതാണ്. വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ വിശേഷേണ അഭിചരിക്കുക, നിരന്തരം മാറിക്കൊണ്ടിരിക്കുക, നിരന്തരം മാറിക്കൊണ്ടിരിക്കുക, എവർ ചേഞ്ചിങ്, ഈസിലി പെരിഷബിൾ. അതാണ് ഈ ലോകം. വ്യഭിചരതി വികാരഹ. ഈ ലോകത്തിലുണ്ടായിട്ടുള്ള സർവചരാചരങ്ങളും വികാരങ്ങളാണ്. കാണപ്പെടുന്നതെല്ലാം എന്തിൻ്റെയോ വികാരമാണ്, എന്തോ മാറി വന്നതാണ്. ഇത് ഭാവിയിൽ മാറുന്നതാണ്. ഇന്ന് ഈ രൂപത്തിലിരിക്കുന്നു, നാളെ വേറൊന്നായിത്തീരുന്നു. വികാരഹ സഹ, എല്ലാം വികാരമാണ്, ഒന്നും സ്ഥായിയായിട്ടുള്ളതല്ല. അപ്പൊ അതിനെ നിൽക്കണമെന്ന് പറയാൻ സാധ്യമല്ല. വികാരഹ വ്യഭിചരതി യഥാ ഘടാതി സംസ്ഥാനം ചക്ഷുഷാ നിരൂപ്യമാണം മൃദ്വ്യതിരേകേണ അനുപലബ്ധേഹേ അസത് തഥാ സർവോ വികാരഃ കാരണവ്യതിരേകേണ അനുപലബ്ധേഹേ അസത്. എപ്രകാരമാണോ ഘടം മുതലായിട്ടുള്ള പദാർത്ഥങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, അത് ഘടമാണ് എന്ന് നമ്മൾ വ്യവഹരിക്കുന്നുണ്ട്. പക്ഷെ നല്ലോണം സൂക്ഷിച്ചു നോക്കിയാൽ മൃദ്വ്യതിരേകേണ അനുപലബ്ധേഹേ, മൃത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉപലഭിക്കുകയില്ല. മൺകുടത്തെ നമ്മൾ കുടമെന്ന് വ്യവഹരിക്കുമ്പോഴും നല്ലോണം സൂക്ഷിച്ചു നോക്കിയാൽ അത് വെറും മണ്ണിന്റെ വികാരം മാത്രമാണ്. മണ്ണേ ഉള്ളൂ അവിടെ. ആ മണ്ണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു 1/2 കിലോ കുടം കിട്ടുമോ നിങ്ങൾക്ക്? ആ കുടത്തെ ഉണ്ടാക്കിയിട്ടുള്ള മണ്ണ് എത്രയോ അത്രയല്ലേ ആ കുടത്തിന്റെയും ഭാരമുള്ളൂ. 1 കിലോ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടത്തിൽ 1 കിലോ മാത്രമേ കാണുന്നുള്ളൂ. ആ മണ്ണിന്റെ പിണ്ഡം എന്താണോ അത് തന്നെയാണ് കുടത്തിന്റെ പിണ്ഡവും. അപ്പൊ 1 ഗ്രാം പോലും കൂടിയിട്ടില്ല. അപ്പൊ മൃദ്വ്യതിരേകേണ അനുപലബ്ധേഹേ, ഉപനിഷത്തുനിന്ന് എടുത്തു തന്നെയാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. ചാന്തോക്യ ഉപനിഷത്തിൽ ശ്വേതകേതുവിന് ഉദാലകൻ എന്ന ഗുരു അച്ഛൻ ഉപദേശിക്കുന്ന തത്വമസി മഹാവാക്യം ഉപദേശിക്കുമ്പോൾ ഇതേ ഉദാഹരണം പറഞ്ഞു കൊടുക്കും. എല്ലാം വാചാലംബനം വികാരോ നാമധേയ, വെറും വാക്കുകൾക്ക് മാത്രം ആശ്രയമായിട്ടുള്ളതാണ് ഈ വികാരങ്ങളെല്ലാം, ഈ നാമധേയങ്ങളെല്ലാം. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. മൃത്തികേത്യവ സത്യം,
മണ്ണ് മാത്രമാണ് സത്യം. കുടം, അതുപോലെയുള്ള കുടത്തിന്റെ പല പേരുകൾ പറയുന്നുണ്ടെങ്കിൽ എന്തൊക്കെ പേരിൽ വിളിച്ചാലും അത് മണ്ണ് മാത്രമാണ്. മണ്ണ് മാത്രമാണ് സത്യം. ബാക്കി നിങ്ങൾ ഏതൊക്കെ പേരിൽ വിളിച്ചോളൂ, ആ പേര് മിഥ്യയാണ്, പേര് കൽപ്പിതമാണ്, പേര് വ്യവഹാരത്തിന് വേണ്ടി വിളിച്ചതാണ്, സൗകര്യത്തിന് വേണ്ടി വിളിച്ചതാണ്. ആ മണ്ണും കിടെടുക്കൂ എന്ന് പറയാതിരിക്കാൻ, അങ്ങനെ പറഞ്ഞാൽ വ്യവഹാരം വേഗത്തിൽ നടക്കില്ല. കുടത്തിന്റെ ആവശ്യത്തിന് കുടം തന്നെ എടുക്കണം. അപ്പൊ ആ കുടം കിടെടുക്കൂ എന്ന് പറഞ്ഞാൽ സൗകര്യമായി. മണ്ണും കിടെടുക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അനേകം മണ്ണുണ്ടാവും, മണ്ണ് കൊണ്ട് നിർമ്മിച്ച പലതും ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏതാ എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പേര് കൽപ്പിച്ചു. നമ്മൾ നമ്പർ ഇടാൻ വേണമെങ്കിൽ അതിന് 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറഞ്ഞിട്ട് നമ്പർ ഇടാം. കുടം എന്നുള്ള പേര് കളയൂ. 1 എന്ന് പറഞ്ഞാൽ കുടത്തിന്റെ ആകൃതിയിലുള്ള വസ്തു. 2 എന്ന് പറഞ്ഞാൽ വലിയ കലം, ചോറും കറികളും വെക്കാൻ പാകത്തിന് വലിയ വായോടുകൂടിയ കലം, 2-ാം നമ്പർ. 3 എന്ന് പറഞ്ഞാൽ വലിയ ധാന്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്നതായിട്ടുള്ള ഭരണി പോലെയുള്ളതായിട്ടുള്ള ഉയരം കൂടിയതായിട്ടുള്ള തൂത എന്നൊക്കെ പല ദേശങ്ങളിൽ പല പേരിൽ പറയും. ആ പേരിൽ വിളിക്കാം. 3-ാം നമ്പർ. 4-ാം നമ്പർ എന്ന് പറഞ്ഞാൽ ചീനച്ചട്ടി പോലെയുള്ള പാത്രം. 5-ാം നമ്പർ എന്ന് പറഞ്ഞാൽ ചിരാത് എന്ന് പറയാം. ഇങ്ങനെ മണ്ണുകൊണ്ട് എന്തൊക്കെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അതിന് ആ പേര് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആരാ പറഞ്ഞ ആ പേരിടാൻ നിങ്ങളോട്? നിങ്ങൾ ഇട്ട പേര് അത് നിങ്ങൾ മലയാളത്തില് ഇന്ന പേരിട്ടു. തമിഴിനോട് ചോദിച്ചാൽ അവൻ ബെബെബെ എന്ന് പറയും. അവൻ അറിയില്ല ഈ പേരൊന്നും. അവന്റെ ഭാഷയിൽ തന്നെ പറയണം. തെലുങ്കനോട് അവന്റെ ഭാഷയിൽ പറയണം. ഹിന്ദിക്കാരനോട് അവന്റെ ഭാഷയിൽ പറയണം. അപ്പൊ അതിനേക്കാൾ സൗകര്യമാണ് 1, 2, 3 എന്ന് ഇട്ടുവെച്ചാൽ എല്ലാവരോടും കോമൺ ആയിട്ട് പറയാം 1, 2, 3 എന്ന്. അപ്പൊ ഇതിലൊക്കെ ഉള്ളത് എന്താണ്? മണ്ണ് മാത്രമാണ് സത്യം. നല്ലോണം നിരൂപണം ചെയ്താൽ അവിടെ മണ്ണേ ഉള്ളൂ. ഈ കൊടാകൃതിയെ പ്രാപിക്കുന്നതിന് മുമ്പ് വെറും മണ്ണായിരുന്നു. ഈ കുടം ഉടഞ്ഞാലും മണ്ണ് മാത്രമേ ശേഷിക്കുകയുള്ളൂ. അപ്പൊ കുടമായിട്ടിരിക്കുമ്പോഴും എന്താണ് അവിടെ ഉള്ളത്? ഏത് മണ്ണിൽ നിന്ന് ഈ കുടത്തിന്റെ ആകൃതി ഉണ്ടായോ, ഏത് മണ്ണിലേക്ക് ഈ കുടം ചെന്ന് ചേരുന്നുവോ ആ മണ്ണ് തന്നെയാണ് ഈ കുടം. അപ്പൊ കുടമായിരിക്കുമ്പോഴും എന്താണത്? മണ്ണാണ്. ആ മണ്ണിനെ നിങ്ങൾ വിളിച്ച പേരാണ് കുടം എന്നുള്ളത്. അപ്പൊ മണ്ണ് സത്യം, കുടം മിഥ്യ. മണ്ണ് സത്ത്, കുടം അസത്ത്. ഇനി മണ്ണ് എറ്റേണൽ സത്തൊന്നുമല്ല കേട്ടോ. ആ മണ്ണിന് കാരണമുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അപ്പൊ മണ്ണ് അസത്ത്, മണ്ണിന്റെ കാരണം സത്ത്. ഇങ്ങനെ അതിന്റെ കാരണത്തിലേക്ക് നമുക്ക് അന്വേഷിച്ച് പോകാം. അവസാനം അന്വേഷണം വഴിമുട്ടി നിൽക്കും. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയെത്തും. അതിനെയാണ് പരമകാരണം എന്ന് പറയുന്നത്. ഇനി അപ്പുറത്തേക്ക് നിങ്ങൾക്ക് അന്വേഷിക്കാൻ സാധ്യമല്ല. ഫുൾ സ്റ്റോപ്പ്. അതിനെയാണ് ദ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. ആ പരമമായിട്ടുള്ള സത്യം. അല്ലാതെ ഇതിങ്ങനെ കാരണം എന്ന് അന്വേഷിച്ച് അറ്റമില്ലാതെ പോവുകയല്ല. ഒരു ഭാഗത്തെത്തുമ്പോൾ അറ്റമെത്തും. ആ അറ്റത്തെയാണ് ഇവിടെ പറയുന്നത് സത്ത് എന്ന്. അതാണ് പരമമായിട്ടുള്ള സത്ത്. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, ചിന്തിക്കാനാവില്ല. അതിനെയാണ് സത്ത് എന്ന് പറഞ്ഞത്. ബാക്കി അതിന്റെ വികാരങ്ങളെല്ലാം അസത്ത്. അപ്പോ ഗഡാതി സംസ്ഥാനം ചക്ഷുഷാ നിരൂപ്യമാണം മൃത് വ്യതിരേകേണ അനുപലബ്ധേഹേ. മൃത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലഭിക്കാത്തത് കൊണ്ട്, അന്വേഷിച്ചാൽ ഇല്ലാത്തത് കൊണ്ട്, അല്പം പോലും മണ്ണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുടമില്ലാത്തത് കൊണ്ട് അസത്ത്, അത് അസത്താകുന്നു. അതുപോലെയാകുന്നു തഥാ സർവോ വികാര. എല്ലാ ലോക വിഷയങ്ങളും ഒന്നിന്റെ വികാരമാണ് മറ്റൊന്ന്.
കാരണവ്യതിരേകേണ അനുപലബ്ധേഹേ അസത്. കാരണത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ലഭിക്കാത്തത് കൊണ്ട്, അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട്, എക്സിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് ഈ കാര്യം അസത്ത്, കാരണം സത്ത്. കാര്യത്തെ അസത്തെന്നും കാരണത്തെ സത്തെന്നും വിളിക്കാം. അങ്ങനെ അങ്ങനെ അന്വേഷിച്ച് പരമകാരണമാണ് യഥാർത്ഥ സത്ത്. അതിൽ നിന്നുണ്ടായിട്ടുള്ളതെല്ലാം അസത്താണ്. ജന്മപ്രധ്വംസാഭ്യാം പ്രാഗൂർധ്വം ച അനുപലബ്ധേഹേ. ജന്മം എന്നാൽ ഉൽപ്പത്തി, പ്രധ്വംസം എന്നാൽ നാശം. അപ്പൊ ഉൽപ്പത്തിക്കും മുമ്പിനും പ്രാഗ് ച ഊർധ്വം ച, ജന്മസ്യ പ്രാഗ്, ജന്മത്തിന് മുമ്പുമില്ല എന്ന് വെച്ചാൽ ഉൽപ്പത്തിക്ക് മുമ്പുണ്ടായിരുന്നില്ല. പ്രധ്വംസം എന്ന് പറഞ്ഞാൽ നാശം, നാശത്തിന് ഊർധ്വം, പിന്നീടും ഉത്തരകാലത്തും. അനുപലബ്ധേഹേ, ഉപലബ്ധിയില്ല, അവൈലബിലിറ്റി ഇല്ല. അപ്പൊ മുമ്പുണ്ടായിരുന്നില്ല, പിന്നീട് ഇല്ലാതെയാവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളതിനെയാണ് ഇവിടെ എന്ത് പറഞ്ഞത്? അസത്ത് എന്ന് പറഞ്ഞത്. ഇപ്പോ അവൈലബിൾ ആണെന്ന് തോന്നുകയാണ്. നല്ലോണം നിരൂപണം ചെയ്താൽ അതിന്റെ റിയാലിറ്റി അതല്ല. മുമ്പുണ്ടായിരുന്നത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മുമ്പുണ്ടായിരുന്ന മണ്ണ് തന്നെയാണ് ഇപ്പോഴും കുടമായിട്ടിരിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന സ്വർണം തന്നെയാണ് ഇപ്പോഴും ആഭരണമായിരിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന നൂലോ പരുത്തിയോ തന്നെയാണ് ഇപ്പൊ വസ്ത്രരൂപത്തിലിരിക്കുന്നത്. ഇങ്ങനെ മുമ്പുണ്ടായിരുന്ന എന്തിൻ്റെയോ വികാരമാണ് ഇപ്പൊ കാണുന്ന എല്ലാം. ആ മുമ്പുണ്ടായിരുന്ന എന്തോ മുമ്പ് വേറെന്തോ ആയിരുന്നു, അതിന്റെ വികാരമാണത്. അങ്ങനെ അങ്ങനെ ഓരോന്നിൻ്റെയും പൂർവാവസ്ഥയിലേക്ക് നമ്മൾ ചകഞ്ഞ് സത്യാന്വേഷണം ചെയ്താൽ എല്ലാം ഒന്നിൽ ലയിക്കുന്നത് കാണാം. എല്ലാം ഒരേ ഉറവിടത്തിൽ നിന്ന് പൊങ്ങി വന്നതാണെന്ന് കാണാം. ഒരൊറ്റ റിയാലിറ്റിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഈ കാണുന്ന വികാരങ്ങളെല്ലാം തന്നെ ആ റിയാലിറ്റിയുടെ വികാരം തന്നെയാണ്. ആ റിയാലിറ്റിയെ നമ്മൾ ഭ്രമിച്ചിരിക്കുകയാണ്. ആ സത്തിനെ നമ്മൾ നമ്മുടെ വികലമായ ദൃഷ്ടി കൊണ്ട് കാണുന്നില്ല. അതുകൊണ്ട് ആ സത്തിനെ മറന്ന് നമ്മൾ വ്യവഹരിക്കുന്നു. ഈ കാണുന്ന അസത് പദാർത്ഥങ്ങളെ സത്യമെന്ന് നമ്മൾ നിശ്ചയിക്കുന്നു. അങ്ങനെ ഈ അസത്തിൽ ഭ്രമിച്ച് ഈ അസത്തിന്റെ നാശത്തിൽ നമ്മൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു, കരയുന്നു. അപ്പൊ നമ്മുടെ ദൃഷ്ടി ഈ അസത്തിൽ നിന്ന് പിൻവലിച്ച് സത്തിലേക്ക് സന്നിവേശിപ്പിക്കണം, സത്തിലേക്ക് ആഴ്ന്നിറങ്ങണം. അങ്ങനെ സത്യത്തെ ദർശിച്ചവരാണ് ഇവിടുത്തെ തത്വദർശികൾ എന്ന് പറയാനിരിക്കുന്നത്. അപ്പൊ ഇതിപ്പോ ഒരു വാചകമേ ആയിട്ടുള്ളൂ. നാസതോ വിദ്യതേ ഭാവഃ. അടുത്ത വരി നമുക്ക് നാളെ കാണാം. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ നാരായണീയ ദിനം രാവിലെ 10:30 നാരായണീയ പ്രോഗ്രാമുണ്ട്. എല്ലാവരും വരിക. രാവിലത്തെ 8 മണിയുടെ ത്രിപുരസുന്ദരി മാനസപൂജ തുടരും. വൈകുന്നേരത്തെ ഗീതയും അതുപോലെ തുടരും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭരാത്രി. ഹരി ഓം. ഹരി ഓം.